ഫങ്ഷണൽ ഡിപ്രഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? പലരും സൈലന്റ്ലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫങ്ഷണൽ ഡിപ്രഷൻ. നമുക്ക് ഈ ഫങ്ഷണൽ ഡിപ്രഷൻ ഉള്ള ആളുകളെ അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇവർ പുറമേ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷേ ഉള്ളിൽ ഭയങ്കര നിരാശയും വിഷമവും സങ്കടവും എല്ലാം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്മൈലിംഗ് ഔട്ട്സൈഡ് സഫറിംഗ് ഇൻസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുറമേ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കി ആരോടും അത് പുറമേ ഒന്നും കാണിക്കാതെ നടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫങ്ഷണൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഡിപ്രഷൻ ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, വളരെയധികം ക്ഷീണം, ഉള്ളിലൊരു നിരാശ, സന്തോഷം അനുഭവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരുന്നത്, അതായത് അറ്റൻഷൻ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. പക്ഷെ പുറമേന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം അവർ കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഉള്ളില് അവർ വളരെയധികം വിഷമിച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ നിങ്ങളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അത് ഒരു മേജർ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉള്ളിൽ ഒതുക്കി വിഷമിക്കാതെ അതിനു വേണ്ട സഹായം തേടാൻ വേണ്ടി ശ്രമിക്കുക.